നമ്മളെ കരയിപ്പിക്കേണ്ട ഒരു ആയത്ത്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ശ്രദ്ധയിൽപ്പെട്ട ഒരു മനോഹരമായിട്ടുള്ള ആയത്ത്. ഈ ആയത്ത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. സൂറത്തുൽ ബലദ്. വേണ്ടാത്ത കാഴ്ചകൾ, അതായത് ഒരാളും കാണാതെ കഥകടച്ചിരുന്ന് ഒറ്റക്ക് തെറ്റ് ചെയ്യുന്ന ആളുകൾ, അവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ആയത്ത്. സൂറത്തുൽ ബലദ്, പരിശുദ്ധ ഖുർആനിലെ 90-ാമത്തെ അധ്യായം. സൂറത്തുൽ ബലദിലെ 7ഉം 8ഉം ആയത്തുകൾ നിങ്ങളൊന്ന് വായിച്ചു. അത്ര ആളുകൾ അവർ വായിക്കേണ്ടതായിട്ടുള്ള ആയത്ത്. 7-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അയഹ്സബു അല്ലം യറഉ അഹദ്. അവന് വിചാരിക്കുന്നുണ്ടോ അവനെ ആരും കാണുന്നില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അയഹ്സബു അല്ലം യറഉ അഹദ്. അവന് വിചാരിക്കുന്നുണ്ടോ അവൻ ഒരാളും കാണുന്നില്ലെന്ന്. അടുത്ത ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ട് അടുത്ത ആയത്തിൽ ഉടൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. 8-ാമത്തെ ആയത്ത്, അലം നജ്അൽ ലഹു ഐനൈൻ. ഞാനല്ലേ അവൻ ആ 2 കണ്ണുകൾ നൽകിയത്. ഈ 2 ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ 2 ആയത്തുകൾ നമ്മൾ ചേർത്ത് വായിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, നിങ്ങൾ ഒരാളും കാണാതെ ഇരുന്ന് അള്ളാഹുവിന്റെ ആ കൽപ്പനകൾ ധിക്കരിക്കുക അല്ലെങ്കിൽ വേണ്ടാത്ത കാഴ്ച നിങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ നിങ്ങൾ മറക്കേണ്ടതില്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒറ്റക്കല്ല, മറിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതെങ്കിൽ അവന് വിചാരിക്കുന്നുണ്ടോ അവനെ ആരും കാണുന്നില്ലെന്ന്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്ത്, അലം നജ്അൽ ലഹു ഐനൈൻ. ഞാനല്ലേ നിങ്ങൾക്ക് ആ 2 കണ്ണുകൾ നൽകിയത്. അതായത് ഞാൻ നൽകിയ അതേ കണ്ണ് വെച്ചുകൊണ്ടല്ലേ നിങ്ങൾ എന്റെ ആ കൽപ്പന ധിക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നൽകിയ അതേ അനുഗ്രഹം വെച്ചുകൊണ്ടല്ലേ ഈ രൂപത്തിൽ ഞാൻ വിലക്കപ്പെട്ട ആ കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കരുതുന്നുണ്ടോ ഒരാളും അത് കാണുന്നില്ലെന്ന്. വഹുവ മഅകും ഐനമാകും. നിങ്ങൾ എവിടെയായിരുന്നാലും എത്ര വലിയ രഹസ്യത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട്. ഈ രൂപത്തിൽ ഞാൻ തന്ന അതേ അനുഗ്രഹം വെച്ചിട്ട് എന്റെ കൽപ്പനകൾ നിങ്ങൾ ധിക്കരിക്കുന്ന സന്ദർഭത്തിലും ആ കാഴ്ച ഞാൻ തിരിച്ചെടുക്കുന്നില്ല. ആ കാഴ്ച എന്നുള്ള അനുഗ്രഹം ആ സന്ദർഭത്തിൽ ഞാൻ പിൻവലിക്കാതിരിക്കാനുള്ള കാരണം അതിൽ നിന്നും നീ പിന്മാറി എന്നിലേക്ക് മടങ്ങി വരുമെന്നുള്ള